ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്യാപിറ്റൽ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GSTയുടെ വേരിയസ് കൺസെപ്റ്റ്സിനെ കുറിച്ചാണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം നമുക്ക് നമ്മുടെ ടോപ്പിക്ക് ബിഗിൻ ചെയ്യാം. GSTയുടെ മേജർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഥവാ ITC അല്ല, നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഥവാ ITC, ഓക്കെ, വിച്ച് ഈസ് എ മേജർ ഫീച്ചർ ഓഫ് GST. നോക്കൂ, ദ സപ്ലയർ അറ്റ് ഈച്ച് സ്റ്റേജ് ഈസ് പെർമിറ്റഡ് ടു അവൈൽ ക്രെഡിറ്റ് ഓഫ് GST പെയ്ഡ് on the purchase of goods or services and can set off this credit against GST payable on the supply of goods or services to be made by him. സിംപ്ലി ഇതാണ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ഗുഡ്സ് ഓർ സർവീസ്, ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ വെൻ വി ആർ പർച്ചേസിങ്, ഓക്കെ, സംതിങ്, നമ്മൾ പേ ചെയ്യുന്ന ടാക്സ്, ഓക്കെ, ടാക്സ് പെയ്ഡ് ഓൺ ദ പർച്ചേസ് എന്തിൻ്റെ ആയിരിക്കാം? ഇതർ ഓഫ് ഗുഡ്സ് ഓർ ഓഫ് സർവീസസ്. സോ ഈ പർച്ചേസിൻ്റെ മുകളിൽ നമ്മൾ എന്താണോ ടാക്സ് പേ ചെയ്യുന്നത്, ആ ടാക്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അതല്ലെങ്കിൽ സെറ്റ് ഓഫ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. എഗെയിൻസ്റ്റ് വാട്ട്? എഗെയിൻസ്റ്റ് ദ ടാക്സ് കളക്റ്റഡ് ഓൺ ദ സെയിൽസ് അല്ലെങ്കിൽ സപ്ലൈ, ഓക്കെ, സപ്ലൈ ഓഫ് goods and services or the sale of goods and services. സോ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് ഓഫ് ടാക്സ് പേ ചെയ്തിട്ടാണോ ഇതർ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ പർച്ചേസ് ചെയ്തത് അല്ലെങ്കിൽ അവൈൽ ചെയ്തത്, അതിൻ്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എവിടെ ചെയ്യാൻ പറ്റും? നമ്മളൊരു സാധനം അല്ലെങ്കിൽ ഒരു സേവനം സെല്ല് ചെയ്യുമ്പോൾ, ഓക്കെ, നമ്മൾ ആ കൺസ്യൂമറുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ആർക്കാണോ സെല്ല് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്ന ടാക്സിൻ്റെ എഗെയിൻസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഈ പർച്ചേസിൻ്റെ സമയത്ത് നമ്മൾ പേ ചെയ്ത ടാക്സ് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഫെസിലിറ്റി എന്തിലുണ്ട്? ദിസ് ഈസ് ഓഫേർഡ് ഇൻ GST, വിച്ച് ഈസ് സിംപ്ലി നോൺ ആസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. സോ ഒരു എക്സാമ്പിളോട് കൂടി പറയുമ്പോൾ എന്തായിരിക്കും ഈ കോൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. നോക്കൂ, മിസ്റ്റർ എക്സ് എന്ത് ചെയ്യുന്നു? ഹി ഹാസ് പർച്ചേസ്ഡ് എ ലാപ്ടോപ്പ്. ഇദ്ദേഹം ഒരു റീറ്റെയിലറാണെന്ന് വിചാരിക്കൂ. ഈ ലാപ്ടോപ്പ് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വാങ്ങുന്നത്. ഓക്കെ, ഹി ഹാസ് പർച്ചേസ്ഡ് എ ലാപ്ടോപ്പ് ഓഫ് ₹20,000. 20,000 രൂപയ്ക്ക് അദ്ദേഹം ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നു. 18% GST, ഓക്കെ, ലാപ്ടോപ്പിൻ്റെ മുകളിൽ 18% GST അദ്ദേഹം പേ ചെയ്ത് ₹3,600. സോ ടോട്ടൽ അദ്ദേഹത്തിൻ്റെ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 23,600 രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ പർച്ചേസ് പ്രൈസ്. അദ്ദേഹം ലാപ്ടോപ്പ് വാങ്ങിയത് 23,600 രൂപയ്ക്കാണ്. ഇനി ഇദ്ദേഹം ഇത് വാങ്ങുന്നത് വിൽക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ആൻഡ് ഹി ഹാസ് സോൾഡ് ഇറ്റ് ടു മിസ്റ്റർ വൈ. സോ 23,600 അദ്ദേഹം ലാപ്ടോപ്പ് വാങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റൊക്കെ ആഡ് ചെയ്ത് അദ്ദേഹം അത് 25,000 രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന് വിചാരിക്കൂ. സോ ലാപ്ടോപ്പിന് മുകളിൽ 18% GST ഇമ്പോസ് ചെയ്തു, 4,500 രൂപ. ടോട്ടൽ ഇത് 29,500 രൂപയ്ക്കാണ് അദ്ദേഹം മിസ്റ്റർ എക്സ് ഈ ലാപ്ടോപ്പ് മിസ്റ്റർ വൈക്ക് വിൽക്കുന്നത്. സോ ഇദ്ദേഹം ഇത് വാങ്ങിയപ്പോൾ, ഓക്കെ, വെൻ ഹി പർച്ചേസ്ഡ് ദ ലാപ്ടോപ്പ്, വെൻ മിസ്റ്റർ എക്സ് പർച്ചേസ്ഡ് ദ ലാപ്ടോപ്പ്, അദ്ദേഹം പേ ചെയ്തിട്ടുള്ള ടാക്സ് എത്രയായിരുന്നു? വാട്ട് ഈസ് ദ ടാക്സ് പെയ്ഡ് ബൈ മിസ്റ്റർ എക്സ്? ടാക്സ് പെയ്ഡ് വെൻ ഹി പർച്ചേസ്ഡ് ദിസ് തിങ് 3,600, അല്ലേ? ഇദ്ദേഹം മിസ്റ്റർ വൈയുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ടാക്സ് എത്രയാണ്? ടാക്സ് കളക്റ്റഡ് ഫ്രം മിസ്റ്റർ വൈ, ദാറ്റ് ഈസ് 4,500. സോ ഈ 4,500 രൂപ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാൻ ആര് ലയബിളാണ്? മിസ്റ്റർ എക്സ് ലയബിളാണ്, അല്ലേ? മിസ്റ്റർ എക്സ് ഈസ് ലയബിൾ ടു പേ 4,500 ടു ഗവൺമെൻറ് അവർ സെയിൽസ്, അല്ലേ? മിസ്റ്റർ എക്സ് ഇത് വൈക്ക് സോൾഡ് ചെയ്തു ലാപ്ടോപ്പ്, അദ്ദേഹം അതിൻ്റെ മുകളിൽ 4,500 രൂപ ടാക്സ് കളക്ട് ചെയ്തു. ഈ കളക്ട് ചെയ്തിട്ടുള്ള ടാക്സ് എന്ത് ചെയ്യും? മിസ്റ്റർ എക്സ് ലയബിളാണ് ഗവൺമെൻറ്റിന് ഈ 4,500 rupees ഹി ഹാസ് ടു പേ ടു ദി ഗവൺമെൻറ്. സോ ഇതിനെന്ത് പറയും? ദിസ് ഈസ് നോൺ ആസ് ഹിസ് ഔട്ട്പുട്ട് ടാക്സ്. കാരണം അദ്ദേഹത്തിൻ്റെ സെയിൽസിൻ്റെ മുകളിൽ അദ്ദേഹം കളക്ട് ചെയ്തിട്ടുള്ള ടാക്സ് ആണ് എന്ത്? 4,500, വിച്ച് ഈസ് നോൺ ആസ് ഔട്ട്പുട്ട് ടാക്സ്.
സോ ഈ 4500 പേ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം ഇത് വാങ്ങുമ്പോൾ എന്താണ്, ഓൾറെഡി 3600 രൂപ പേ ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എക്സ് ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുള്ളത്. സോ ഈ 3600 രൂപ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്ത് അതിൻ്റെ നെറ്റായിട്ടുള്ള ഇതിൻ്റെ നെറ്റായിട്ടുള്ള 900 രൂപ 900 റുപ്പീസാണ് എന്ത് എക്സ് ഗവൺമെൻറ്റിന് പേ ചെയ്യാൻ ആക്ച്വലി ലയബിൾ ആയിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ നെറ്റ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഈസ് ദ നെറ്റ് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ എക്സ്, ദാറ്റ് ഈസ് 900 റുപ്പീസ്. സോ ഇദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് 4500 അദ്ദേഹം ഓൾറെഡി പേ ചെയ്തിട്ടുള്ള ഇൻപുട്ട് ടാക്സ് പറയുമ്പോൾ എന്താണ്, ഇദ്ദേഹത്തിൻ്റെ പർച്ചേസിൻ്റെ മുകളിൽ അദ്ദേഹത്തിൻ്റെ പർച്ചേസിൻ്റെ മുകളിൽ അദ്ദേഹം പേ ചെയ്തിട്ടുള്ള ടാക്സ്, ഇൻപുട്ട് ടാക്സ് 3600. സോ ഈ ഇൻപുട്ട് ടാക്സിൻ്റെ ക്രെഡിറ്റ് അവൈൽ ചെയ്തുകൊണ്ട് റിമൈനിങ് എമൗണ്ട് ആയിട്ടുള്ള 900 റുപ്പീസ് എന്ത് ചെയ്താൽ മതി, അദ്ദേഹം ഗവൺമെൻറ്റിന് പേ ചെയ്താൽ മതി. സോ ദിസ് ഫെസിലിറ്റി ഈസ് ബീങ് ഓഫേർഡ് അണ്ടർ GST ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. സിംപ്ലി എന്താണ്, നമ്മുടെ ഇൻപുട്സിൻ്റെ മുകളിൽ, അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻപുട്സ് അല്ലേ, പർച്ചേസിൻ്റെ മുകളിൽ പർച്ചേസ് ഓഫ് വാട്ട്, പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മുകളിൽ എന്താണോ നമ്മൾ പേ ചെയ്യുന്ന ടാക്സ്, ഇവിടെ നമ്മുടെ ഈ എക്സാമ്പിൾ ഇറ്റ് ഈസ് 3600, എത്ര എമൗണ്ട് ഓഫ് ടാക്സ് ആണോ നമ്മൾ പേ ചെയ്യുന്നത്, ആ ടാക്സ് എന്ത് ചെയ്യാം, ദാറ്റ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഓർ സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് എന്നാണ് നമ്മുടെ സെയിൽസിൻ്റെ മുകളിൽ കളക്ട് ചെയ്യുന്ന ടാക്സിൻ്റെ എഗെയിൻസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പർച്ചേസസിൽ നമ്മൾ പേ ചെയ്തിട്ടുള്ള ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാം. ഈ ഒരു ഫെസിലിറ്റിയാണ് എന്ത് പറയുന്നത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ നെറ്റ് ടാക്സ് ലയബിലിറ്റി എന്താണ്, ദിസ് ഹാസ് റെഡ്യൂസ്ഡ് ടു ₹900 ഇൻ അവർ എക്സാമ്പിൾ. സോ ഈ ഒരു കോൺസെപ്റ്റോടുകൂടി ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. സോ നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് പേ ചെയ്യുമ്പോൾ വി ക്യാൻ ടേക്ക് ക്രെഡിറ്റ് ഓർ വി ക്യാൻ അഡ്ജസ്റ്റ് ഓർ വി ക്യാൻ സെറ്റ് ഓഫ് ദ ടാക്സ് പെയ്ഡ് ഓൺ അവർ പർച്ചേസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ, it can be adjusted or set off against the tax collected on the goods and services sold. നമ്മുടെ പർച്ചേസസിൻ്റെ സമയത്ത് നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എഗെയിൻസ്റ്റ് വാട്ട്, നമ്മുടെ സെയിൽസിൻ്റെ സമയത്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന ടാക്സുമായി. സിംപ്ലി ഇത്രേ കോൺസെപ്റ്റ് ഉള്ളൂ. ഇനി ഇതൊന്നും കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. വാട്ട് ഈസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? നോക്കൂ, ദ സപ്ലയർ അറ്റ് ഈച്ച് സ്റ്റേജ് is permitted to avail credit of GST paid on the purchase of goods and services, and he can set off this credit against GST payable on the supply of goods and services, means sales, supply of goods and services to be made by him. So ഈ concept clear ആയി എന്ന് വിചാരിക്കുന്നു. We will move on to the next concept. GST is a value added tax. GST is a value added tax. It is a value added tax levied on supply. Supply എന്ന് പറയുമ്പോൾ it can be manufacture or sale of goods or provision of services. Manufacture ആവാം, sale ആവാം of goods and provision of services. So മാനുഫാക്ചർ, സെയിൽ, കൺസംഷൻ, അതിൻ്റെ ഓരോ ഘട്ടത്തിലും എന്താണോ നമ്മളുടെ സാധനങ്ങൾക്കോ അല്ലെങ്കിൽ സേവനങ്ങൾക്കോ വാല്യൂ ആഡ് ചെയ്ത് വരുന്നത്, ആ ആഡ് ചെയ്യപ്പെടുന്ന വാല്യൂവിൻ്റെ മുകളിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, GST അല്ലെങ്കിൽ ഈ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. സോ വീണ്ടും ഒരു എക്സാമ്പിളിൽ കൂടെ നമുക്കിത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. നോക്കൂ. പി ആരാണ്? പി ഈസ് എ മാനുഫാക്ചറർ. പി ഒരു മാനുഫാക്ചററാണ്. ക്യു ഒരു ഹോൾസെയിലറാണ്. ആർ ഈസ് എ റീറ്റെയിലർ ആൻഡ് എസ് ഈസ് അവർ ഫൈനൽ കൺസ്യൂമർ. നമ്മളുടെ ഈ സപ്ലൈ ചെയിനിൽ 4 ആളുകളാണുള്ളത്, PQRS. മാനുഫാക്ചറർ, ഹോൾസെയിലർ, റീറ്റെയിലർ ആൻഡ് ഫൈനൽ കൺസ്യൂമർ. സോ
പി എന്ത് ചെയ്യുന്നു? 100 രൂപയുടെ ഒരു സാധനം എന്ത് ചെയ്യുന്നു? 18% GST. സപ്പോസ് വിചാരിക്കൂ 18% 18% ഇമ്പോസ് ചെയ്ത് 118 രൂപയായി അല്ലേ? അത് 118 രൂപയ്ക്ക് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ക്യൂവിന് വിൽക്കുന്നു. ഓക്കെ, പി 100 രൂപയുടെ ഒരു സാധനത്തിൻ്റെ മുകളിൽ 18% GST ചാർജ് ചെയ്ത് 118 രൂപയാക്കി ക്യൂവിന് വിൽക്കുന്നു. റൈറ്റ്. ഇവിടെ പി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടുന്ന എമൗണ്ട് എത്രയാണ്? 18 രൂപ അല്ലേ? പി ഗവൺമെൻറ്റിലേക്ക് 18 രൂപ അടയ്ക്കണം. അദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് ടാക്സ്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഇൻപുട്ട് ടാക്സ് ഉണ്ടോ? ഇല്ല, കാരണം ഇത് മാനുഫാക്ചറാണ്. ഹി ഹാസ് മെയ്ഡ് ദിസ് ഗുഡ് അല്ലേ? സോ ഇദ്ദേഹം ഇത് ഫസ്റ്റ് ലെവൽ ഓഫ് സപ്ലൈ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് ഒന്നുമില്ല, ദാറ്റ് ഇസ് 0. സോ ഇദ്ദേഹം 18 രൂപ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാൻ ബാധ്യസ്ഥമാണ്. ദെൻ ഹി ഹാസ് സപ്ലൈഡ് ദിസ് ടു ക്യൂ. ഓക്കെ, ക്യൂ ആരാണ്? ഹോൾസെയിലർ. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത്? അദ്ദേഹം വേറൊരു റീറ്റെയിലർക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, സോ 118 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള സാധനം അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് ആഡ് ചെയ്ത് അദ്ദേഹം എന്താക്കി? 150 രൂപയ്ക്കാണ് ഇദ്ദേഹം വിൽക്കുന്നത്. ഓക്കെ, 150 രൂപയിൽ വീണ്ടും 18% GST ഇമ്പോസ് ചെയ്യുമ്പോൾ 27 റുപ്പീസ് ടാക്സ് വന്നു. അങ്ങനെ മൊത്തം 177 രൂപയ്ക്കാണ് അദ്ദേഹം ക്യൂ എന്ത് ചെയ്യുന്നത്? ക്യൂ ഇത് 6ന് വിൽക്കുന്നത്. ഓക്കെ, Q is selling this thing to R at rupees 177. Okay, so Qവിൻ്റെ ഔട്ട്പുട്ട് ടാക്സ്, Q പേ ചെയ്യേണ്ടുന്ന ഔട്ട്പുട്ട് ടാക്സ് അല്ലെങ്കിൽ Q കളക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ടാക്സ് എത്രയാണ്? 27 റുപ്പീസ് അല്ലേ? ഇദ്ദേഹം 27 രൂപ 6 പേ ചെയ്തിട്ടുണ്ടായിരിക്കും ക്യൂവിന്. സോ 27 ആണ് ഇദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് ടാക്സ്. സോ ഇദ്ദേഹം ഓൾറെഡി 18 രൂപ പേ ചെയ്തിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? ഹി ഹാസ് പർച്ചേസ്ഡ് ദിസ് അല്ലേ? 18 രൂപ അദ്ദേഹത്തിൻ്റെ ഇൻപുട്ട് ടാക്സ് ആണ്. സോ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഹി ക്യാൻ സെറ്റ് ഓഫ് ദി ടാക്സ് പെയ്ഡ് ഓൺ പർച്ചേസ് എഗെയിൻസ്റ്റ് ദി ടാക്സ് കളക്റ്റഡ് ഓൺ ദി സെയിൽസ്. സോ അദ്ദേഹത്തിൻ്റെ നെറ്റ് ടാക്സ് ലയബിലിറ്റി എത്രയാണ്? 9 രൂപ. റൈറ്റ്. ആരുടെ? ക്യൂവിൻ്റെ നെറ്റ് ടാക്സ് ലയബിലിറ്റി കംസ് ടു 9 റുപ്പീസ്. ഓക്കെ, ഇത് നോക്കൂ. ആറ് എന്ത് ചെയ്യുന്നു? ഹീസ് എ റീറ്റെയിലർ ആൻഡ് അദ്ദേഹം ഇത് എന്ത് ചെയ്യുന്നു? ഈ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ ഒരു സാധനം എസ്സിന് വിൽക്കുന്നു. എസ് ആരാണ്? എസ് ഫൈനൽ കൺസ്യൂമർ ആണെന്ന് വിചാരിക്കൂ. സോ 177 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള സാധനം 6, അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് 100 രൂപ ആഡ് ചെയ്ത് 250 രൂപയാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? എസ്സിന് വിൽക്കുന്നു. സോ GST അഗെയിൻ 18%, 250ൻ്റെ 18%, 45 റുപ്പീസ് ഇമ്പോസ് ചെയ്ത് 295 റുപ്പീസിനാണ് എന്ത് ചെയ്യുന്നത്? എസ് കടയിൽ പോയി ഈ സാധനം വാങ്ങിക്കുന്നത്. എസ് ആരാണ്? എസ് ഈസ് ദ ഫൈനൽ കൺസ്യൂമർ. ഇനി അദ്ദേഹം ആർക്കും വിൽക്കുന്നില്ല, അദ്ദേഹം ഇത് വാങ്ങുന്നത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഈസ് ദ ഫൈനൽ കൺസ്യൂമർ. ഇപ്പോൾ 295 രൂപയ്ക്കാണ് ഇദ്ദേഹം ഇത് വാങ്ങുന്നത്. സോ ആറിൻ്റെ കേസിൽ വാട്ട് ഈസ് ഹിസ് ഔട്ട്പുട്ട് ടാക്സ്? 45 റുപ്പീസ് അല്ലേ? 45 രൂപ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ സെയിൽസിൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഇൻപുട്ട് ടാക്സ്? വാട്ട് ഹി ഹാസ് പെയ്ഡ്? 27 റുപ്പീസ് പേ ചെയ്തിട്ടാണ് ഇത് ക്യൂവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. സോ ഹിസ് നെറ്റ് ടാക്സ് ലയബിലിറ്റി കം ടു 18 റുപ്പീസ്. ഓക്കെ, അപ്പോൾ പി, ക്യു, ആർ, എസ് ഇങ്ങനെ 4 ആളുകളിലൂടെയാണ് നമ്മളുടെ ഈ സപ്ലൈ ചെയിൻ കംപ്ലീറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഫൈനൽ കൺസ്യൂമറിലേക്ക് ഇത് എത്തിച്ചേരുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് വെച്ച് GST ഈസ് എ വാല്യൂ ആഡഡ് ടാക്സ്. നോക്കൂ, GST ഈസ് എ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പി ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ. പി ആരാണ്? നമ്മുടെ മാനുഫാക്ചറർ. പി എത്ര രൂപയാണ് ഈ സാധനത്തിൻ്റെ പ്രൈസിലേക്ക് ആഡ് ചെയ്തത്? 100 റുപ്പീസ് അല്ലേ? അദ്ദേഹം ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് 100 റുപ്പീസിനാണ്. സോ ഈ 100 റുപ്പീസിൻ്റെ മുകളിലുള്ള എല്ലാ കേസിലും എന്താണ്? GST റേറ്റ് 18% ആണ്. 100 റുപ്പീസിൻ്റെ 18% എത്രയാണ്? 18 രൂപ. ഓക്കെ, 18 രൂപ എന്താണ്? ദിസ് ഈസ് ദ നെറ്റ് ടാക്സ് ലയബിലിറ്റി ഓഫ് പി ഗവൺമെൻറ്റിന് പേ ചെയ്യാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള എമൗണ്ട് ഓഫ് ടാക്സ് ആണ് എന്ത്? 18 രൂപ. ഈ 18 രൂപ എന്തിൻ്റെ മുകളിലാണ്? ദിസ് ഇസ് ഇമ്പോസ്ഡ് ഓൺ ദ വാല്യൂ ആഡഡ് ബൈ പി വിച്ച് ഈസ് 100 റുപ്പീസ്. ഇനി അടുത്ത് നോക്കൂ, ക്യൂ എത്രയാണ് വാല്യൂ ആഡ് ചെയ്തത്? 100 രൂപയുടെ ഒരു സാധനം അദ്ദേഹം 150 രൂപയ്ക്കാണ് വിൽക്കുന്നത് അല്ലേ? സോ വാല്യൂ ആഡഡ് ബൈ ക്യൂ ഈസ് വാട്ട്? 50 റുപ്പീസ്. സോ GST റേറ്റ് മാറുന്നില്ല, 18%. സോ 50 റുപ്പീസിൻ്റെ 18% ദറ്റ് ഈസ് 9 റുപ്പീസ്. സോ ഈ 9 റുപ്പീസ് എന്താണ്? ദിസ് ഇസ് ദ
നെറ്റ് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ ക്യൂ. മിസ്റ്റർ ക്യൂ ഗവൺമെൻറ്റിന് പേ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ് എന്ത്? 9 rupees. സോ അദ്ദേഹം എത്രയാണോ വാല്യൂ ആഡ് ചെയ്തത് ആ വാല്യൂവിൻ്റെ മുകളിൽ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടുള്ളത്. ദെൻ വാല്യൂ ആഡഡ് ബൈ ആർ. ആരാണ്? റീറ്റെയിലർ. സോ 150 രൂപയുടെ സാധനം അദ്ദേഹം 250 രൂപയ്ക്കാണ് വിൽക്കുന്നത് അല്ലേ? 100 രൂപ അദ്ദേഹം ആഡ് ചെയ്തു. 100 രൂപയുടെ 18% ഈസ് 18 rupees. എഗെയിൻ ദിസ് ഇസ് ദ നെറ്റ് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ ആർ. മിസ്റ്റർ ആറിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം ഗവൺമെൻറ്റിന് പേ ചെയ്യേണ്ടുന്ന എമൗണ്ട് ഓഫ് ടാക്സ് ആണെന്ത്? 18 രൂപ. സോ പി, ക്യു ആൻഡ് ആർ ഓരോരുത്തരും ടാക്സ് ഗവൺമെൻറ്റിന് പേ ചെയ്തിട്ടുള്ളത് ഏത് എമൗണ്ടിൻ്റെ മുകളിലാണ്? അവരവർ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിൻ്റെ മുകളിൽ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂവിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്? അവർ ടാക്സ് പേ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബൈ GST. It is known that GST is a value added tax. സ്റ്റേജിലും ആഡ് ചെയ്യപ്പെടുന്ന വാല്യൂവിൻ്റെ മുകളിൽ ചുമത്തപ്പെടുന്ന ടാക്സ് ആണ് എന്ത്? GST. ഓക്കെ, സോ ഈ കൺസെപ്റ്റിലൂടെ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓരോരുത്തരും എത്രയാണോ വാല്യൂ ആഡ് ചെയ്യുന്നത്, ഓക്കെ, സപ്ലൈ ചെയിനിൽ ഓരോരുത്തരും എത്രയാണോ ആ വാല്യൂ ആഡ് ചെയ്യുന്നത് അവരവർ ആഡ് ചെയ്യുന്ന വാല്യൂവിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്? അവരവർക്കുള്ള ടാക്സ് ചുമത്തപ്പെടുന്നത്. ഓക്കെ, ദെൻ വൺ മോർ തിങ്. 18 പി പേ ചെയ്യേണ്ടുന്ന ടാക്സ്. ദെൻ 9 rupees ക്യൂ പേ ചെയ്യേണ്ടുന്നത്, 18 rupees ആർ പേ ചെയ്യേണ്ടുന്നത്. സോ ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? 45 rupees ടോട്ടൽ ഗവൺമെൻറ്റിന് പേ ചെയ്യപ്പെട്ടു. ആരാണ് ഈ 45 rupees പേ ചെയ്യുന്നത്? മീൻസ് ആരാണ് ഇതിൻ്റെ ആക്ച്വൽ ബർഡൻ സഹിക്കുന്നത്? എസ്, ഹു ഈസ് ദ ഫൈനൽ കൺസ്യൂമർ. ഇവർ ഓരോരുത്തരും എന്ത് ചെയ്യുന്നു? അവരുടെ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂവിൻ്റെ എമൗണ്ടിൽ ടാക്സ് കളക്ട് ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ഫൈനൽ ബേർഡൻ ഇത് ആരുടെ അടുത്താണ് വരുന്നത്? ഫൈനൽ ബേർഡൻ ഈസ് ബീയിങ് പെയർഡ് ബൈ എസ്, ഹു ഈസ് ദി അൾട്ടിമേറ്റ് കൺസ്യൂമർ. സോ ഈ 45 രൂപയിൽ, ഓക്കെ, എസ് ഈ സാധനം വാങ്ങുമ്പോൾ ആറിന് പേ ചെയ്തിട്ടുള്ള 45 രൂപയിൽ 18 രൂപ ആരടച്ചു? പി ഗവൺമെൻറ്റിന് അടച്ചു, ടാക്സ് പേ ചെയ്തു. 9 രൂപ ആര് പേ ചെയ്തു? ക്യൂ പേ ചെയ്തു. 18 rupees ആര് പേ ചെയ്തു? ദറ്റ് ഈസ് ബീയിങ് പെയ്ഡ് ബൈ ആർ. പക്ഷേ ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് ആക്ച്വലി ഇവരെന്തെങ്കിലും അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് പേ ചെയ്തിട്ടുണ്ടോ? നോ. പി പേ ചെയ്തിട്ടില്ല, ക്യൂ പേ ചെയ്തിട്ടില്ല, ആർ പേ ചെയ്തിട്ടില്ല. അവരൊന്നും ടാക്സ് ബർഡൻ ബെയർ ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, അവരൊക്കെ എന്ത് ചെയ്തു? അവർ ഗവൺമെൻറ്റിന് എത്രയാണോ എമൗണ്ട് പേ ചെയ്തത്, ദേ ഹാവ് റിക്കവേർഡ് ദിസ് എമൗണ്ട് ഫ്രം എസ്. അല്ലേ? പി ഒരു ബർഡൻ ബെയർ ചെയ്തില്ല. പി ആരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തു? ക്യൂയുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തു. ക്യൂ ഇത് ആരുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തു? ആറിൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തു. ആരുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തു? എസിൻ്റെ കയ്യിൽ നിന്നും. ദ ടോട്ടൽ എമൗണ്ട് ഓർ ദി അൾട്ടിമേറ്റ് ടാക്സ് ബർഡൻ ആരുടെ മുകളിലായി? എസ് അല്ലെങ്കിൽ ദ ഫൈനൽ കൺസ്യൂമറിൻ്റെ മുകളിൽ എന്ത് ചെയ്തു? ഇമ്പോസ് ചെയ്യപ്പെട്ടു. ഓക്കെ, സോ നോക്കൂ, GST ഈസ് എ വാല്യൂ ആഡഡ് ടാക്സ് levied on supply, that is manufacture or sale of goods or provision of services. Clear ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ടാക്സ് ക്രെഡിറ്റ്സ്. GST offers comprehensive and continuous chain of tax credits from the producer's point or service provider's point up to the retailer's level or consumer's level, thereby taxing only the value added at each stage of supply chain. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതാണ്. സപ്ലൈ ചെയിനിൽ എത്രയാണോ വാല്യൂ ആഡ് ചെയ്യുന്നത് അതിന് മാത്രമേ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഫ്രം ദി പ്രൊഡ്യൂസർ ഓർ ദി മാനുഫാക്ചറർ ടു ദി റീറ്റെയിലർ. ഓക്കെ, മാനുഫാക്ചറർ മുതൽ റീറ്റെയിലർ ഓർ കൺസ്യൂമർ ലെവൽ വരെ എന്താണ്? എവറിബഡി ഈസ് ഹാവിങ് ടാക്സ് ക്രെഡിറ്റ്. എവറിബഡി ക്യാൻ അവൈൽ ITC. പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ ബേർഡൻ ബെയർ ചെയ്യുന്ന ആരാണ്? ദ ഫൈനൽ കൺസ്യൂമർ. നമ്മളുടെ കേസിൽ ദാറ്റ് ഈസ് എസ്. ഇദ്ദേഹമാണ് ഇതിൻ്റെ ആക്ച്വൽ ബേർഡൻ ബെയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ burden borne by the final consumer. We have already discussed this point. Since supplier at each stage is permitted to avail ITC, only the final consumer bears the GST charged by the last supplier in the supply chain. നമ്മുടെ കേസിൽ ലാസ്റ്റ് സപ്ലയർ ആരാണ്? ആർ ഈസ് ദ റീറ്റെയിലർ. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് എസ് എന്ത് ചെയ്യുന്നത്? ഈ സാധനം പോയി വാങ്ങുന്നത്. സോ
with set of benefits at all previous stages. So ഫൈനൽ കൺസ്യൂമർ ഇത് വാങ്ങുന്നതിന് തൊട്ട് മുമ്പേയുള്ള സ്റ്റേജ് വരെ എന്തുണ്ട്, എല്ലാവർക്കുമുള്ള സെറ്റ് ഓഫ് ബെനഫിറ്റ്സ് ഉണ്ട്. അവരൊന്നും ആക്ച്വലി ഒരു ടാക്സും ബെയർ ചെയ്യുന്നില്ല, ടാക്സ് ബർഡനും ബെയർ ചെയ്യുന്നില്ല. അവരെത്രയാണോ വാല്യൂ ആഡ് ചെയ്തത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ്റിന് പേ ചെയ്യുന്നു. എന്നിട്ട് അവർ ഈ ചെയിനിലെ സപ്ലൈ ചെയിനിലെ നെക്സ്റ്റ് പേഴ്സൻ്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഇത് ഈ എമൗണ്ട് റിക്കവർ ചെയ്യുന്നു. ഓക്കെ, പക്ഷെ ആക്ച്വലി ബർഡൻ വരുന്നത് ആർക്കാണ്? ദാറ്റ് കംസ് ടു ദി ഫൈനൽ കൺസ്യൂമർ. No cascading of taxes. Since only value added at each stage is taxed under GST, there is no tax on tax or cascading of taxes under GST system. So cascading of taxes means എന്താണ്? ടാക്സിൻ്റെ മുകളിൽ ടാക്സ് ഓൺ ടാക്സ്, ഓക്കെ, ഇമ്പോസ് ചെയ്യേണ്ടുന്ന ഒരവസ്ഥ. GST ഒക്കെ വരുന്നതിന് മുൻപേ ദെർ വർ മെനി ടാക്സസ്, ദെർ വർ മെനി സെൻട്രൽ ടാക്സസ്, സ്റ്റേറ്റ് ടാക്സസ്. സോ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തായിരുന്നു, ഒരു ടാക്സ് റിജൈം ആയിരുന്നു GSTയുടെ തൊട്ട് മുന്നേ. സോ ആ ഒരു സിനാരിയോയിൽ എന്താണ് അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ബിഫോർ GST എന്താണ്, ദെർ വാസ് എ സിറ്റുവേഷൻ വിച്ച് ഹാസ് ലെഡ് ടു കാസ്കാഡിങ് ഇഫക്റ്റ് ഓഫ് ടാക്സസ്. മീൻസ് ടാക്സ് ഓൺ ടാക്സ് ഇമ്പോസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ബട്ട് വൺസ് GST ഹാസ് കം, എന്താണ്, GST ഈസ് ബീങ് ഇമ്പോസ്ഡ് ഓൺ ദി വാല്യൂ ആഡഡ് അറ്റ് ഈച്ച് സ്റ്റേജ്. നമ്മുടെ എക്സാമ്പിൾ കണ്ടതാണ്. സോ ഓരോ സ്റ്റേജിലും സപ്ലൈ ചെയിനിൻ്റെ ഓരോ സ്റ്റേജിലും ആരൊക്കെ എന്തൊക്കെ വാല്യൂ ആഡ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്ന വാല്യൂവിൻ്റെ മുകളിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, GST ചുമത്തപ്പെടുന്നുള്ളൂ. സോ ദർ ഈസ് നോ കാസ്കേഡിങ് ഇഫക്റ്റ് ഓഫ് ടാക്സസ് ഓർ ടാക്സ് ഓൺ ടാക്സ് അണ്ടർ GST. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേ. കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. See you in the next video. Till then, bye bye.